വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഒന്നും ഇല്ലാതെ തന്തൂരി ചിക്കൻ നമുക്കൊരു തവയിൽ ചെയ്തെടുത്താലോ? നമുക്ക് മസാല തയ്യാറാക്കാനായിട്ട് 2 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, 10 കാശ്മീരി മുളക് കുറച്ച് വെള്ളത്തിൽ ഒരു 15 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചതാണ്. അതും അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. മസാല ഒന്ന് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇനി അതിൻ്റെ കൂടെ കുറച്ച് മസാലപ്പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, കുറച്ച് ഗരം മസാല, 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും ചെറിയ ജീരകവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തൈരും കുറച്ചധികം കസൂരി മേത്തി ഇടുന്നുണ്ട്. കസൂരി മേത്തിയുടെ ഒരു ടേസ്റ്റ് മുന്നിട്ട് നിൽക്കണം. എന്തായാലും ആവശ്യത്തിന് ഉപ്പും ഹാഫ് ലൈം ജ്യൂസും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് മിനിമം ഒരു 4 hours എങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇനിയിപ്പോൾ ഓവർനൈറ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. എന്നിട്ടൊരു പാനിൽ ഓയിൽ ഒഴിച്ച് നമുക്ക് ചിക്കനും കൂടി ഇട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. 4 hours എങ്കിലും മാരിനേറ്റ് ചെയ്താൽ ചിക്കൻ നല്ല ജ്യൂസി ആയിട്ട് ടെൻഡർ ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. ഒരു 10 minutes ഒക്കെ കഴിഞ്ഞാൽ ചിക്കനിന് നന്നായിട്ട് വെള്ളം വരും. അപ്പോൾ ആ സൈഡൊന്ന് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. എല്ലാ ചിക്കനും ഇങ്ങനെ തിരിച്ചിട്ട് നമുക്ക് പിന്നെയും ഒന്ന് ഇതൊന്ന് മൂടി വെച്ച് ഒരു 15 minutes കൂടി കുക്ക് ചെയ്തെടുക്കുക. 15 minutes കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ചിക്കനിലെ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്ക് 2 സൈഡും ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഓൾമോസ്റ്റ് നമ്മൾ തന്തൂരി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനെ ഒന്ന് പാനിന് മാറ്റി നിങ്ങൾക്ക് വേണ്ടിക്കൽ അതേ പാനിൽ തന്നെ ചെയ്യാം. ഇവിടെ ഇച്ചിരി ഒരു കരിഞ്ഞ പോലെ ആയതുകൊണ്ട് ഞാൻ പാൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നേരത്തെ മാറ്റി വെച്ച മസാല നമുക്ക് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നവരെ നന്നായിട്ട് സോട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ചിക്കൻ ഇട്ട് 2 സൈഡും തിരിച്ചും മറിച്ചും നമുക്ക് ഈ മസാല ഒന്ന് നന്നായിട്ട് കോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റ് ചെയ്യാം. കുറച്ച് കൊറിയൻഡർ ലീഫ് ചോപ്പ് ചെയ്തതും ഒനിയനും കൂടി വെച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം. നമ്മൾ തവയിലുണ്ടാക്കിയ കിടിലൻ തന്തൂരി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഹോം മെയ്ഡ് വീറ്റ് കുബൂസും മിൻ ചട്നി ആയിട്ടാണ് ഇത് പെയർ ചെയ്തേക്കുന്നത്. വീറ്റ് കുബൂസിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഒരു കിടിലൻ റെസിപ്പി ആയിട്ട് കാണാം. ബൈ.